സിമന്റും കമ്പിയും ഉൾപ്പെടെ നിർമ്മാണ സാമഗ്രികളിൽ പോലും ഹലാൽ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കുന്നതറിഞ്ഞ് ഞെട്ടിയെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ. ഹലാൽ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ചിലർ കോടിക്കണക്കിന് രൂപ ശേഖരിക്കുന്നതായും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഹലാൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് UP സർക്കാരും വ്യക്തമാക്കി. ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, സംഭരണം, വിതരണം എന്നിവ ഉത്തർപ്രദേശ് സർക്കാർ 2023 നിരോധിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കവെയാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചില പരാമർശങ്ങൾ നടത്തിയത്. ഇതുവരെ മാംസത്തിലും ഭക്ഷ്യവസ്തുക്കളിലും ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിരുന്നു. എന്നാൽ ഇന്ന് സിമന്റിലും കമ്പിയിലും കുപ്പിവെള്ളത്തിലും ഉൾപ്പെടെ ഹലാൽ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കുന്നതറിഞ്ഞ് താൻ ഞെട്ടിപ്പോയി. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ എന്നെപ്പോലെ കോടതിയും ഞെട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ ചിലർ പിരിച്ചെടുക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഹലാൽ സർട്ടിഫിക്കേഷൻ കാരണം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നുണ്ടെന്നും അത് ഉപഭോക്താക്കളെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും സോളിസിറ്റർ ജനറൽ കൂട്ടിച്ചേർത്തു. എന്നാൽ ഹലാൽ ജീവിതശൈലിയാണെന്നും നിയമപരമായാണ് നടപ്പിലാക്കുന്നതെന്നും ജമാഅത്ത് ഉലമ ഇ ഹിന്ദ്, ഹലാൽ ട്രസ്റ്റ് തുടങ്ങിയ ഹർജിക്കാരുടെ അഭിഭാഷകൻ വാദിച്ചു. ഹലാൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്നും ഹലാൽ സർട്ടിഫിക്കേഷൻ സംസ്ഥാനത്ത് സമാന്തര സംവിധാനമായി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും UP സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, ഡൽഹി.